ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച. മത്തായി 14:13 മുതൽ 21 വരെ വാക്യങ്ങൾ. ക്രിസ്ത്യൻ ചരിത്രത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ദീപസ്തംഭങ്ങളായി വരും തലമുറകളെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഉന്നത വ്യക്തിത്വങ്ങൾ പലരുണ്ട്. ഈ പ്രകാശമാനമായ ആത്മാക്കളിൽ വിശുദ്ധരുടെ പട്ടികയിൽ ഒരു വ്യക്തി വേറിട്ട് നിൽക്കുന്നു. അത് പുരോഹിതന്മാരുടെ രക്ഷാധികാരിയായ വിശുദ്ധ ജോൺ മേരി വിയാനിയാണ്. ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടുമുള്ള ദിവ്യമായ അഭിനിവേശത്തിൻ്റെയും നിസ്വാർത്ഥ സമർപ്പണത്തിൻ്റെയും ഒരു ചിത്രപ്പണി പോലെയാണ് വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ ജീവിതം വികസിക്കുന്നത്. എളിമയുള്ള ചുറ്റുപാടുകളിൽ ജനിച്ച അദ്ദേഹം എണ്ണമറ്റ പ്രതിബന്ധങ്ങളിലൂടെ സ്ഥിരോത്സാഹത്തോടെ കടന്നുപോയി. പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെ ഒരു ദീപസ്തംഭമായി തിളങ്ങി. ഇന്ന് ഈ വിശുദ്ധൻ്റെ ഓർമ്മ നാം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും മാതൃകളെയും കുറിച്ച് ആഴത്തിലുള്ളൊരു ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ജ്വലിപ്പിച്ച വിശുദ്ധ ജ്വാലയെ നമുക്ക് നമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ അനുഗമിച്ച ജനക്കൂട്ടത്തോട് യേശുവിന് സഹതാപം തോന്നി എന്ന് നാം കേൾക്കുന്നു. ആ ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും പ്രശ്നമില്ല, അവൻ അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി. തൻ്റെ പ്രസംഗത്തിലൂടെ അവൻ അവരെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നെ അവൻ അവരുടെ വിശപ്പ് ശമിപ്പിച്ചു. സഹതാപം തോന്നുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ദയനീയ അവസ്ഥയിലുള്ള അയൽക്കാരനെ സഹായിക്കാൻ പ്രവർത്തിക്കുക എന്നതാണ് അതിനർത്ഥം. യേശു അതിൻ്റെ ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും രോഗികളെ സുഖപ്പെടുത്താനും അജ്ഞരെ പഠിപ്പിക്കാനും നിങ്ങളും എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യുക എന്നതിനർത്ഥം കഷ്ടപ്പെടുന്ന മനുഷ്യരാശിയുടെ വേദന ലഘൂകരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അതാണ് ജോൺ മേരി വിയാനി ചെയ്തത്. യേശുവിനെ പോലെ അദ്ദേഹം അചഞ്ചലമായ വിശ്വാസത്തോടെ സ്ഥിരോത്സാഹത്തിലേക്ക് പാപികളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. ആത്മാക്കളുടെ രക്ഷയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും ദൈവ സാന്നിധ്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനവും അദ്ദേഹം നേരിട്ട എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നു. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും സ്വീകരിക്കാൻ ആത്മാക്കളെ നയിക്കാൻ എണ്ണമറ്റ മണിക്കൂറുകൾ അദ്ദേഹം കുമ്പസാര ശുശ്രൂഷയ്ക്ക് ചെലവഴിച്ചു. പുരോഹിതന്മാരുടെ ഈ രക്ഷാധികാരിയെ നാം അനുസ്മരിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ പവിത്രതയെയും വിശുദ്ധ ജോൺ വിയാനി സ്ഥാപിച്ച മാതൃകയെയും കുറിച്ച് ചിന്തിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ എല്ലാ പുരോഹിതന്മാരും ദൈവിക സേവനത്തിനായി വേർതിരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വിളി ശ്രദ്ധയോടെ കേൾക്കുകയും സന്തോഷകരമായ അനുസരണത്തോടെ പ്രചരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ദൈവജനത്തെ നിത്യരക്ഷയിലേക്ക് നയിച്ചുകൊണ്ട് അവർ അഗ്നിജ്വാലയുടെ ദീപം വഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.